Assalamualaikum warahmatullahi wabarakatuh. Alhamdulillah, assalatu wassalamu ala asyrafir rasulillah wa ala alihi wasahbihi ajma'in. Amma ba'd. ആദരണീയരായ സദസ്യരെ, ബഹുമാനപ്പെട്ട രക്ഷിതാക്കളെ, പ്രവാചക ഓർമ്മകൾ പാടി പാടിക്കൊണ്ടിരിക്കുന്ന ഈ അനുഗ്രഹീത കാലത്ത് പ്രകൃതിയും മനുഷ്യനും എന്ന കാലിക പ്രസക്തമായ വലിയ കാര്യം ചെറിയ വാക്കുകളിലൂടെ സമർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനെനിക്ക് തൗഫീഖ് നൽകിയ അല്ലാഹുവിനെ ഞാൻ സ്തുതിക്കുകയും അവസരം നൽകിയ ഉസ്താദുമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സുഹൃത്തുക്കളെ, ആകാശവും ഭൂമിയും സൗരയുധങ്ങളും അല്ലാഹുവിന്റെ സൃഷ്ടി വിസ്മയത്തിന്റെ മഹത്തായ ഉദാഹരണമാണ്. ഈ മഹാപ്രപഞ്ചത്തെ അല്ലലും മലട്ടിലുമില്ലാതെ ഒരു അച്ചുതണ്ടിൽ കത്തിക്കൊണ്ടിരിക്കുന്നത് ലോകരക്ഷിതാവായ അല്ലാഹുവാണ്. മനുഷ്യൻ എന്ന മഹത്തായ സൃഷ്ടിക്കു വേണ്ടിയാണ് ഈ സുഖ സൗകര്യങ്ങളെല്ലാം ഇത്ര വിപുലമായി ഇവിടെ സംവിധാനിച്ചതെന്ന് ഖുർആൻ പറയുന്നുണ്ട്. കടലിന്റെ ആയയിലൂടെ സഞ്ചരിക്കാനും ആകാശത്തിന്റെ മായലോകത്തിലൂടെ പറന്നുയരാനും ഭൂമിയുടെ വിരുമാറിൽ ചിരിപ്പായാലും മനുഷ്യനെ പ്രാപ്തമാക്കിയത് അല്ലാഹുവാണ്. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തുള്ള എല്ലാ സൃഷ്ടികൾക്ക് കൃത്യമായ നിയമവും വ്യവസ്ഥയും അല്ലാഹു കൽപ്പിച്ചിട്ടുണ്ട്. മാറി മാറി രാപ്പകലും മഴയും വെയിലും കാറ്റുമെല്ലാം അതിന്റെ തെളിവാണ്. എന്നാൽ പ്രകൃതി നിയമം തെറ്റിച്ചുള്ള മനുഷ്യന്റെ അതിർക്കമാക്കാൻ പ്രകൃതിയെ തന്നെ മടക്കം മറിച്ചിരിക്കുകയാണ്. ലാഭക്കൊതിമുത്ത് വ്യാപകമായ വനനശീകരണവും ഭൂമി ഇടിക്കാൻ നടന്നപ്പോൾ ഉരുൾപൊട്ടലും മരവെള്ളപ്പാച്ചിലും ശക്തമായ നാശം വിതയ്ക്കുന്നു. മനുഷ്യകരങ്ങൾ ചെയ്തു വെച്ച ചെയ്തികളാൽ കടലിലും കരയിലും നാശം സംഭവിച്ചു എന്ന ഖുർആനിക പാഠം നാം ഇവിടെ ഓർക്കുന്നതാണ്. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിക്കുകയും പ്രകൃതിയെ നോവിക്കാതെ ജീവിക്കുകയും ചെയ്യുക. എന്നാൽ ശാന്തസ്ഥലമായി ലോകം ജീവിച്ചു മരിക്കാൻ നമുക്ക് സാധിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ചെറിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.